ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ മാർക്കറ്റ് ക്വിക്ക് റിവ്യൂ. നിഫ്റ്റി ക്ലോസ് ചെയ്ത് 14,371 218 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്ത് 48,878 746 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്ത് 31,167 1019 ലോസോട് കൂടിയിട്ട്. നിഫ്റ്റിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 14,590, ടുഡേയ്സ് ഓപ്പണിംഗ് 14,583, ഫ്ലാറ്റ് ആയിരുന്നു. ആൻഡ് ഡേ ഹൈ വെൻറ്റ് അപ്പ് ടു 14,619, ഡേ ലോ വാസ് 14,357. 218 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട് 14,371 നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയിൽ നിന്ന് അപ്ലിഫ്റ്റ് ചെയ്ത സ്റ്റോക്സ് ബജാജ് ഓട്ടോ, HUL, TCS, ഹീറോ മോട്ടോകോപ്പ്, ഏഷ്യർ, മെനി മോർ. അതേസമയം പുൾ ഡൗൺ ചെയ്തത് റിലയൻസ്, HDFC ബാങ്ക്, HDFC, ICICI ബാങ്ക്, ബജാജ് ഫിനാൻസ്. ഇന്ന് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു ബാരിഷ് ക്യാൻഡിലാണ്. നെക്സ്റ്റ് ഈസ് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി പ്രീവിയസ് ക്ലോസിംഗ് വാസ് 32,186, ടുഡേയ്സ് ഓപ്പണിംഗ് 32,088. ഒരു ഗ്യാപ്പ് ഡൗണോട് കൂടിയിട്ടാണ് ഓപ്പൺ ചെയ്തത്. ഡേ ഹൈ വെൻറ്റ് അപ്പ് ടു 32,131, ഡേ ലോ വാസ് 31,119 ആൻഡ് 1,019 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട് 31,167 ഇന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒരു ബിഗ് ബാരിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളത്. നിഫ്റ്റീനെ ഇന്ന് അപ്ലിഫ്റ്റ് ചെയ്തു എന്ന് പറയുന്ന ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ ദർ ഈസ് നത്തിങ്. ആൻഡ് ഡ്രാഗ് ചെയ്തത് ഡെഫിനറ്റ്ലി HDFC ബാങ്ക്, ICICI ബാങ്ക്, SBI ബാങ്ക്, ആക്സിസ് ബാങ്ക്, കൊട്ടാക് മഹീന്ദ്ര, എല്ലാവരും റെഡ് സോണിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് ബാങ്ക് നിഫ്റ്റി. വെരി പാത്തറ്റിക് ടുഡേ, ബ്രൂട്ടൽ, അത്രമാത്രമേ പറയാനുള്ളൂ. ഫ്രണ്ട്സ്, ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ഉള്ളത്, വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു ഇറ്റ് റൈറ്റ് നൗ, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും. അതുകൊണ്ടാണ്. റിക്വസ്റ്റാണ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. താങ്ക് യു. ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ എല്ലാം മൊത്തത്തിൽ വീക്ക് ഗ്ലോബൽ ക്യൂസ് തന്നെയാണ് പ്രധാന കാരണം. ഗ്ലോബലി നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്ന സമയമാണ്. സോ ഡെഫിനറ്റ്ലി ഒരു എക്സ്പെക്റ്റഡ് മാർക്കറ്റ് തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ് മൈ കണ്ടിന്യൂ അപ് ടു നമ്മളുടെ ബജറ്റ് വരെ നല്ലൊരു ഹൈ വോളറ്റാലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മാർക്കറ്റിൽ. ആൻഡ് ഇന്ന് അതായത് ഈ വീക്കിൽ നമുക്ക് ഒത്തിരി നല്ല കമ്പനീസിൻ്റെ റിസൾട്ടുകൾ നല്ല രീതിയിൽ പുറത്ത് വന്നിട്ട് പോലും ആദ്യത്തെ 1-2 ദിവസത്തെ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നെങ്കിലും പിന്നെ മാർക്കറ്റ് ഫെല്ലായി. സോ സ്പെഷ്യലി നമ്മൾ ഒരു ബബിൾ സോണിൽ തന്നെയായിരുന്നു, ഒരു റെഡ് ബബിൾ സോണിൽ തന്നെയായിരുന്നു, ഓവർ ബോട്ട് ഏരിയ ഓവർ എക്സ്റ്റെൻഡഡ് മാർക്കറ്റിൽ തന്നെയായിരുന്നു. സോ അവിടെ ഫിയർ ഉണ്ട്. ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ നല്ലൊരു ഫിയർ നിലനിൽക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി അപ്പോൾ കിട്ടിയൊരു ചാൻസ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നു മാത്രം, അല്ലാണ്ട് നത്തിങ്. ഒരു മേജർ കറക്ഷൻ വരെ എത്തിയേക്കാം. ഒരു ക്രാഷിലേക്കുള്ള ഒരു ലെവലിലേക്ക് ഒരു കാരണവശാലും പോയില്ല എന്ന് വിശ്വസിക്കുന്നു. അതിനുള്ളൊരു ഇവൻറ്റ്സ് ഇല്ല ശരിക്കും ഒരു ക്രാഷിനുള്ള. ബിക്കോസ് മാർക്കറ്റിൽ ഒത്തിരി ലിക്വിഡിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇമ്മീഡിയറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നത്. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് വിത്തിൻ മിനിറ്റ്സിൻ്റെ ഉള്ളിലാണ് നിഫ്റ്റി വീണുകൊണ്ടിരുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ പിന്നെ പറയേണ്ട ആവശ്യമില്ല. വെരി ഫാസ്റ്റ് മൂവ്മെൻറ്റ്സ്. അതൊക്കെ ഒരു റീറ്റെയിലേഴ്സിൻ്റെ ഒരു ലിക്വിഡിറ്റി ശരിക്കും മാർക്കറ്റിൽ ഒത്തിരി കിടന്ന് കളിക്കുന്നുണ്ട്. സോ അത് ഇമ്മീഡിയറ്റ് എഫക്റ്റാണ്. അത് ബുൾ മാർക്കറ്റിനെ പോലെ തന്നെ അതിൻ്റെ ഒരു 2 മടങ്ങ് ഫാസ്റ്റിലായിരിക്കും എപ്പോഴും ബെയർ മാർക്കറ്റ് ആക്ട് ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും കീപ്പ് ചെയ്യാം. ആൻഡ് ലെവൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഫ് നിഫ്റ്റി സ്ലിപ്സ് ബിലോ 14,350, നമുക്ക് പിന്നെ അടുത്തൊരു സോണായിട്ട് കാണുന്നത് ഓൾ ദ വേ 13,900 ആ ഒരു ലെവലിലേക്കാണ്. 950, 900. സോ ഒരു 2 ആഴ്ച മുന്നേ നമ്മൾ പറഞ്ഞുകൊടുന്നൊരു മെയിൻ സോണായിട്ട് അത് സപ്പോർട്ട് സോൺ ആക്ട് ചെയ്തോളുന്ന 14,330 ആണ്, ഓർ 340. സോ ആ ഒരു ലെവലിലേക്ക് ഇപ്പോൾ വീണ്ടും നിഫ്റ്റി വന്നെത്തുകയാണ്. സോ വൺസ് അഗൈൻ, ഇഫ് നിഫ്റ്റി സ്ലിപ്സ് ബിലോ 14,340, definitely go for short.
ഓക്കെ, അത് എത്ര കിട്ടുമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, ഒരു ഷോർട്ട് അതിൽ നിന്നുള്ളൊരു ഏണിങ് ഇമ്മീഡിയറ്റ്ലി റീകൂപ്പ് ചെയ്യാം മാർക്കറ്റ് ഒരു പക്ഷേ, അതർവൈസ് ഒരു മേജർ കറക്ഷനുള്ള ചാൻസ് ഉണ്ടാകും. സോ അതുകൊണ്ടാണ് ഓപ്ഷൻ ഡാറ്റ നിങ്ങൾ OI ചെക്ക് ചെയ്യുക എപ്പോഴും. ഓക്കെ, OI ചെക്ക് ഞാനെന്നും ഇതിൻ്റെ ഒരു നമ്മൾ നമ്പേഴ്സ് പറഞ്ഞു പോകുന്നുണ്ട്, അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം. ഓക്കെ, അല്ലാണ്ട് ഞാനൊരു ജസ്റ്റ് ഒരു നമ്പേഴ്സൊക്കെ പറഞ്ഞു പോകുന്നതല്ല. ഓപ്ഷൻ ഡാറ്റയിൽ കോളിൻ്റെയും പുട്ടിൻ്റെയും ഓപ്പൺ ഇൻട്രസ്റ്റ് ഹൈയും ലോങ് എടുക്കുന്നത് വളരെയധികം അത് ബാക്ക് ബോണാണ് ശരിക്കും മാർക്കറ്റിൻ്റെ ഒരു ട്രേഡിംഗ് റേഞ്ചിൻ്റെ, especially intraday traders. So keep on eye those things, okay, very closely. And in the India VIX മൂവ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് 1.09% ആണ്. 22.18 നിന്ന് 22.42 ലെവൽസിലേക്ക്. അതേസമയം ഓപ്ഷൻ ഫ്രണ്ട് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ 14,000 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,500 ആൻഡ് കോളിൻ്റെ നോക്കുകയാണെങ്കിൽ 15,000 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,500. കോൾ റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ 14,500 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,700. പുട്ടിൻ്റെ റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ 13,800 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,000 സ്ട്രൈക്കിലുമാകുന്നു. ഓപ്ഷൻ ഡാറ്റ സജസ്റ്റ് അതിൻ്റെ ഒരു ട്രേഡിംഗ് റേഞ്ച് വരുന്ന 14,200 to 14,600 ആണ് ഒരു നെക്സ്റ്റ് 2-3 സെഷൻസ്. സോ പ്ലീസ് ആ ഒരു ലെവൽസ് എപ്പോഴും മനസ്സിൽ വയ്ക്കാം. ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു റിയൽ ബ്ലഡ് ബാത്താണ് അതിൽ നടന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഷോർട്ട് ചെയ്തവർ അവർ ശരിക്കും ഒരു ഹാർവെസ്റ്റ് തന്നെയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. ആൻഡ് എന്നൊരു ഗ്യാപ്പ് ഡൗണോട് കൂടിയിട്ടാണ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. ആൻഡ് ത്രൂ ഔട്ട് ദ ഡേ ഇറ്റ് വാസ് സെല്ലിംഗ് പ്രഷർ. ആൻഡ് ഒരെണ്ണം പോലും ഒരു ഒരു ഗ്രീൻ മോഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല. ഓൾ ആർ ഒരു റെഡ് സോൺ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് 1,019 പോയിൻറ്റ്സിൻ്റെ ഒരു പ്ലഞ്ച് നിന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായത്. ഇപ്പം അടുത്തൊന്നും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ, ലെറ്റ്സ് സീ. ഇനിയിപ്പോൾ ലെവൽസ് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഇറ്റ് ഷുഡ് ഹോൾഡ് അബവ് 31,750 ആ ഒരു ലെവലിൽ. അതേസമയം ഹഡൽസ് കാണുന്നത് 32,000 32,200 റെസിസ്റ്റൻസ് ലെവലായിട്ട് കാണപ്പെടുന്നത്. ലെറ്റ്സ് സീ. ഇന്നിപ്പോൾ പോസിറ്റീവ് സെറ്റപ്പ് കാണാൻ കഴിഞ്ഞത് ബജാജ് ഓട്ടോ, അപ്പോളോ ടയർസ്, ഹീറോ മോട്ടോകോ, ഭാരത് ഫോർജ്, HUL, ഏഷ്യർ മോട്ടോഴ്സ്, TCS. വീക്ക്നെസ് കാണാൻ കഴിഞ്ഞാൽ സെയിൽ, RBL ബാങ്ക്, SRF, JSW സ്റ്റീൽ, പിരമൽ എൻ്റർപ്രൈസസ്, L&T ഹോൾഡിങ്സ്, ആക്സിസ് ബാങ്ക്, M&M, ഹിൻഡാൽകോ, ഇൻഡസൻ ബാങ്ക്, SBI, PNB, കോൾ ഇന്ത്യ, ONGC, കൊട്ടക് മഹീന്ദ്ര, മെനി മോർ. ഫ്രണ്ട്സ്, പ്രിസൈസ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ വ്യൂവും ആൻഡ് ഇൻട്രാഡേക്ക് പറ്റിയ സ്റ്റോക്സുകളും ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അതായത് സാറ്റർഡേ ഓർ സൺഡേ ഐ വിൽ മേക്ക് ഇറ്റ്. ആൻഡ് ഇന്ന് ഒത്തിരി നല്ല കമ്പനികളുടെ റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് റിലയൻസ്, ഹാവൽസ്, ടാറ്റ മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ ആൻഡ് മെനി മോർ. ഓക്കെ, യെസ് ബാങ്ക്. സോ വിശദമായിട്ടുള്ള വിവരങ്ങൾക്ക് ഗോ ടു NSE വെബ്സൈറ്റ് ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റോക്സുകളെല്ലാം നമുക്ക് മൺഡേ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. സോ ഡോണ്ട് മിസ് ദാറ്റ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫ്രണ്ട്സ്. ആൻഡ് വീക്കെൻഡ് അടിച്ചു പൊളിക്കുക. ഹാപ്പി വീക്കെൻഡ്. ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ, ഷെയർ ഇറ്റ്. മണി എന്തായാലും അടിച്ചോളൂ. ടിങ് ടിങ്. വൺസ് അഗൈൻ ഹാപ്പി വീക്കെൻഡ്. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.